തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഒരു വിവാദം വന്നത് സ്വാഭാവികമായിട്ടും കളങ്കപ്പെടുത്തണം എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. മുൻ DGP എന്ന നിലയിലൊക്കെ നിന്നതുകൊണ്ട് എനിക്ക് ഈ റൂം പോരാ എന്ന് മാഡത്തിന് തോന്നിക്കാണും. ഞാനത് കുറ്റം പറയുന്നില്ല. പക്ഷെ അത് ഒന്നുകിൽ കോർപ്പറേഷൻ സെക്രട്ടറിയെ കൊണ്ട് സാധാരണഗതിയിൽ ഒരു കൗൺസിലർ വിളിച്ച് MLA അത് അങ്ങയുടെ റൂം ഒഴിഞ്ഞു തരണം, എനിക്ക് കുറച്ചുകൂടെ സൗകര്യമായിട്ടിരിക്കണം എന്ന് പറയുന്നത് ന്യായമാണോ? ഇവിടെ കൊണ്ടുവരുന്ന പ്രചരണം എന്താ? 25,000 രൂപ MLA എഴുതി വാങ്ങിയിട്ട് 872 രൂപ മാത്രം കൊടുക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അലവൻസേ ഇല്ല. നഗരസഭയെക്കുറിച്ച്, നഗരസഭയുടെ നേട്ടങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ജനകീയമായി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുറവ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയും ഘടകങ്ങളും ഒക്കെ അത് വിലയിരുത്തിയിട്ടുണ്ട്, തിരുത്തലുകൾ വരുത്താനുള്ള ഇടപെടൽ നടത്തിയിട്ടുമുണ്ട്. അപ്പൊ ഇപ്പോ താൽക്കാലികമായ ഒരു തിരിച്ചടി വന്നു, ഞങ്ങളത് അംഗീകരിക്കുന്നു. BJP ഇപ്പോ തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം കിട്ടിയത് കൊണ്ട് നഗരത്തെ അങ്ങ് മാറ്റിമറിക്കും എങ്കിൽ അവർ കാണിക്കട്ടെ. ഇപ്പൊ അവർക്ക് അധികാരം കിട്ടിയല്ലോ, അവർ കാണിച്ചു തരട്ടെ, എന്നിട്ട് അതിനുശേഷം നമുക്ക് സംസാരിക്കാം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തിന്റെ മേയർ ബ്രോയായി തിളങ്ങി വട്ടിയൂർക്കാവിന്റെ ജനകീയ MLA ആയി മാറിയ ശ്രീ VK പ്രശാന്താണ് നമ്മോടൊപ്പം ടോക്കിംഗ് പോയിന്റിലുള്ളത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് നമസ്കാരം. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ജനകീയമായിട്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിവാദം ഒരു ഒരു ആശങ്കയ്ക്ക് കാരണമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിരാശയ്ക്ക് കാരണമാകുന്നുണ്ടോ? ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്തോണ്ടുള്ള ഉണ്ടായ വിവാദമാണ്. അതൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കാരണം ഞാൻ കഴിഞ്ഞ 2019 മുതൽ മേയറായി പ്രവർത്തിച്ച് അന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഗുണമായിട്ടാണ് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത്. അതിനുശേഷം ഇന്ന് വരെ ഏതാണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ടാണ് പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. വട്ടിയൂർക്കാവിൽ മുടങ്ങിക്കിടന്ന പല വികസന പരിപാടികളും ഇതിനോടകം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനമടക്കം, പേർക്കട മേൽപ്പാലം അടക്കം നിരവധി കാര്യങ്ങളുണ്ട്, അതെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുവരെയും ഒരു കളങ്കമോ ആരോപണങ്ങളോ ആക്ഷേപമോ ഇല്ലാതെയാണ് ഈ 7 വർഷവും MLA ആയി പ്രവർത്തിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഒരു വിവാദം വന്നത് സ്വാഭാവികമായിട്ടും കളങ്കപ്പെടുത്തണം എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ആ വിവാദങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു വിവാദം കൊണ്ടുവന്ന് അതിനെ വേറൊരു തലങ്ങളിലേക്ക് കൊണ്ടുപോയി അപകീർത്തിപരമായിട്ടുള്ള പല സന്ദേശങ്ങളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് കളങ്കിതമാക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും MLA എന്ന നിലയിൽ എൻ്റെ പ്രവർത്തനം അറിയാം. എൻ്റെ നവമാധ്യമ പേജൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ രാഷ്ട്രീയ വിമർശനങ്ങളല്ല ഞാൻ പ്രധാനമായിട്ടും, എന്നോട് പലരും ആക്ഷേപമായി പറഞ്ഞൊരു കാര്യം അതാണ്, താങ്കൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന്. പക്ഷേ ഞാനത് പൊതുവായിട്ട് MLA എന്ന നിലയിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും വികസന കാര്യങ്ങളുമാണ് മുഖ്യമായും അതിൽ ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണം അങ്ങ് പറഞ്ഞതുപോലെ ഒരു കളങ്കിതമാക്കുക, അതുവഴി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒരു അട്ടിമറി നടത്താൻ വേണ്ടി കഴിയുമോ, അതിനാണ് അവർ പരിശ്രമിക്കുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലമാണ് കാരണം എന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം, അല്ലാതെ വേറൊരു കാര്യം പറയാനില്ല. എങ്കിൽ നേരത്തെ പറയുമായിരുന്നല്ലോ. അപ്പോൾ അന്നൊന്നുമില്ലാത്ത ഒരു കാര്യം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, ഈ ഒരു വിവാദം അങ്ങനെ ആശങ്കപ്പെടുത്തുന്നില്ല എങ്കിലും പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിൽ ഇത് നമുക്ക് ക്യാമ്പയിനിങ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കും എന്നുള്ളത് സൂചന. കാരണം ഇപ്പോൾ ശ്രീലേഖ റിട്ടയർഡ് IPS അവരുടെ ഒരു രാഷ്ട്രീയ പ്രവേശനം അതിനുശേഷം ഉണ്ടാകുന്നു. അപ്പോൾ ശ്രീലേഖ റിട്ടയർഡ് IPS പറഞ്ഞത് മോനെ എന്ന് വിളിച്ചാണ് സംസാരിച്ചത് എന്നാണ് പറഞ്ഞത്. ഒരു ഒപ്പീനിയൻ പോലെ ചോദിച്ചു എന്ന് മാത്രമാണ്, ഇത്രയും വിവാദമാകേണ്ടതില്ലായിരുന്നു എന്ന ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്, അതിനിടയിൽ വരുന്നുണ്ട്. അല്ല, അത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും മാഡവുമായിട്ടും നല്ല പരിചയമുണ്ട്. നേരത്തെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോഴും ഞങ്ങൾ ബന്ധപ്പെടുകയും പല കാര്യങ്ങളും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വിവാഹ ചടങ്ങിനുമൊക്കെ ഞാൻ പൂർണ്ണമായും പങ്കെടുക്കുക, മാഡം തന്നെ അത് പറഞ്ഞതാണ്. അപ്പോൾ ഒരു ദിവസം ഇതേ കണക്ക് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഓഫീസ് സൗകര്യക്കുറവാണ്. അപ്പോൾ ആദ്യം സൗഹൃദമായി പറഞ്ഞതുപോലെ തന്നെയാണ് സംസാരിച്ചത്. ഞാനും വളരെ സന്തോഷപൂർവ്വമാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. പക്ഷേ വിഷയം മാറി, ഓഫീസ് ഒഴിഞ്ഞു തരണം, എനിക്ക് ആ മുറി സൗകര്യമില്ല, എനിക്കത് MLAയുടെ റൂം കൂടി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അത് പറ്റില്ല എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞത്. അപ്പോൾ അതങ്ങനെയല്ലേ പറയാൻ വേണ്ടി കഴിയൂ. അപ്പോൾ നമ്മളൊരു ഓഫീസിലിരിക്കുമ്പോൾ നിങ്ങൾ മാറിത്തരണം എന്ന് പറയുമ്പോൾ അത് സൗഹൃദഭാവത്തിലായാലും ധിക്കാരഭാവത്തിലായാലും എങ്ങനെ മറുപടി പറയണം? ഓക്കെ, അപ്പോൾ ആ നിലയിലാണത് സംഭാഷണം അവസാനിപ്പിച്ചത്. പറ്റില്ല, അത് എനിക്ക് മാർച്ച് മാസം 31 വരെ നിയമാനുസൃതമായി അവിടെ തുടരാം, അതിനുള്ള എഗ്രിമെന്റ് നഗരസഭയുമായിട്ട് വെച്ചിട്ടുണ്ട്,
ആ നിലയിൽ വർത്തമാനം പറഞ്ഞ് അത് സാധിക്കില്ല എന്നുള്ള എൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് പുറത്തു വന്നത് MLA കൊടുത്തു എന്നതിലേക്കാണ് ഇപ്പോഴത്തെ പ്രചരണം. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് BJP-യുടെ മണ്ഡലം കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയും അവരുടെ അടക്കം സാന്നിധ്യത്തിലാണ് ഈ സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി വിളിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ഒരു തെളിവായിട്ട് എനിക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്, പിറ്റേന്ന് പഴയ കൗൺസിലർ തന്നെ ആ കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഞങ്ങളുടെ കൂടി സാന്നിധ്യത്തിലാണ് മാഡം വിളിക്കുന്നതെന്നാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അത് വെറും ഒരു സൗഹൃദ സംഭാഷണം അല്ലല്ലോ. അപ്പോ BJP തിരുവനന്തപുരം നഗരസഭയിൽ വന്നപ്പോ അവിടെ കഴിഞ്ഞ 7 വർഷക്കാലം MLA ഓഫീസ് തുടരുകയാണല്ലോ. BJP-യുടെ കൗൺസിലർ 5 വർഷമായിട്ട് അവിടെ ഉണ്ട്. അതിനു മുമ്പ് LDF-ന്റെ കൗൺസിലർ ആയിരുന്നു. അവർക്കെല്ലാം അവിടുത്തെ അവരുടെ കാര്യങ്ങൾ നടത്താനും ഓഫീസ് നിർവഹണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു തടസ്സവുമില്ല. അപ്പോൾ BJP-യുടെ കൗൺസിലറും ഇപ്പുറത്തെ LDF-ന്റെ ഒരു MLA-യും ഇരുന്നിട്ട് പോലും ഒരുവിധ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ ഇത്രയും നാൾ മുന്നോട്ട് പോയി. അപ്പൊ ഇപ്പൊ എന്താണ് ഒരു അസൗകര്യം വരുന്നത്? അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല എന്നാണ് പറയുന്നത്. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. കഴിഞ്ഞ 7 വർഷം അവിടുത്തെ കൗൺസിലർമാർ ഇരുന്നല്ലോ അവിടെ. ആക്ച്വലി അവിടെ അത്രയും മുറി ഉണ്ടോ? പിന്നെ നല്ല സൗകര്യമുണ്ട്, നമുക്കറിയാമല്ലോ. 101 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടോ? 101 പേർക്ക് അല്ല, നമ്മുടെ ഓഫീസിൽ ഒരാൾക്കല്ലേ ഇരിക്കാൻ പറ്റും. അല്ല, ഞാൻ പറയുന്നത് കോർപ്പറേഷൻ അംഗങ്ങൾക്ക് ഇരിക്കാനുള്ള എല്ലാവർക്കും സൗകര്യം അവിടെ. അല്ല, അതാണ് ഇപ്പൊ നമുക്ക് നേരത്തെ ഈ സൗകര്യം വലിയ നേതാക്കന്മാരൊക്കെ കൗൺസിലർമാരായി മാറുമ്പോൾ അവർ സ്വന്തമായിട്ട് ഓഫീസ് എടുക്കാറുണ്ട്. ഞാൻ മേയറായി വരുമ്പോഴാണ് 100 വാർഡുകൾക്കും വാർഡ് കേന്ദ്രം വേണമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അന്ന് മേയറായി ചുമതല വഹിച്ച ഞാനാണ്. അങ്ങനെയാണ് അതിനാവശ്യമായിട്ടുള്ള നഗരസഭയുടെ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കാം. മറ്റേതെങ്കിലും സഹകരണ സ്ഥാപനങ്ങളോ മറ്റു കെട്ടിടങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കാം, സൗജന്യമായി പ്രവർത്തിക്കാം. ഇനി അതൊന്നും ലഭ്യമല്ല എങ്കിൽ സ്വകാര്യ കെട്ടിടം എടുക്കാം. അപ്പൊ ഞാൻ മേയറായിരുന്ന സമയത്ത് കഴക്കൂട്ടത്ത് ഒരു സ്വകാര്യ കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടാണ് അവിടെ ഓഫീസ് പ്രവർത്തിപ്പിച്ചത്. അവിടെ ജംഗ്ഷനിൽ മറ്റ് സ്ഥലങ്ങളില്ല, സോണൽ ഓഫീസേ ഉള്ളൂ. അവിടെയാണെങ്കിൽ അസൗകര്യവും ഉണ്ട്. അപ്പൊ ജംഗ്ഷനിൽ ഒരു സ്വകാര്യ കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടാണ് ഞാനും പ്രവർത്തിച്ചത്. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ശാസ്തമംഗലം കൗൺസിലറുടെ ഓഫീസ് ആ കെട്ടിടം കിട്ടുന്നതും ഒക്കെ എന്റെ പീരീഡിൽ തന്നെയാണ്. മേയറായിരിക്കുമ്പോൾ തന്നെയാണ് അതിന്റെ കല്ലിടുന്നതും. അവിടെ ഒരു ഓടിട്ട പഴയ കെട്ടിടമായിരുന്നു, അത് പൊളിച്ചു മാറ്റി ഒരു മൾട്ടി കെട്ടിടം നമ്മൾ പണിഞ്ഞു. അവിടെ ഒരു മുറി കൗൺസിലർക്ക് വേണമെന്ന് അന്നത്തെ കൗൺസിലർ ആവശ്യപ്പെട്ടു. ആ മുറി അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ ബൈ ഇലക്ഷനിലൂടെ MLA ആയപ്പോഴാണ് ഈ MLA ഹോസ്റ്റലിലെ മുറി വന്നു. അപ്പൊ ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ അന്ന് താഴത്തെ നിലയില്ല. അപ്പൊ സ്പീക്കറുടെ ഗസ്റ്റ് ഹൗസിന്റെ ഭാഗമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2 മുറികൾ എനിക്ക് അനുവദിക്കാം എന്നുള്ളൊരു ധാരണ വന്നു. അത് ഒരു നില കയറി വേണം പോവേണ്ടത്. അപ്പൊ ഞാനിത് പരിശോധിക്കുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് വരാൻ പ്രയാസമായിരിക്കും, വയസ്സായ ആളുകൾക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ വരാൻ പ്രയാസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ വേണ്ട, നമുക്ക് മറ്റേതെങ്കിലും ഒരു സ്ഥലം നോക്കാം എന്ന ഒരു അന്വേഷണത്തിലാണ് അവസാനം, അന്ന് LDF-ന്റെ കൗൺസിലർ ആയിരുന്നല്ലോ, LDF-ന്റെ കൗൺസിലർ തന്നെ പറഞ്ഞു, കൗൺസിലർ ഓഫീസിന്റെ തൊട്ടടുത്തൊരു ഹാളുണ്ട്, അതിനെ പാർട്ടീഷൻ ചെയ്താൽ അവിടെ ഓഫീസാക്കി എടുക്കാം. അവിടെ നേരത്തെ ഒരു ഇങ്ങനെ റൂം ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പോയി കണ്ട് ആ ഭാഗത്തൊരു ഈ ഗ്ലാസ് ഡോർ പിടിപ്പിച്ച് അതിനെ റൂമാക്കി മാറ്റാം എന്ന നിലയിൽ എടുക്കുന്നത്. അപ്പോ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ 7 വർഷവും 2 കൗൺസിലർമാരെ അവിടെ പ്രയോജനപ്പെടുത്തി അവരുടെ ആളുകളെ കണ്ട് ഞാനും പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അന്നില്ലാത്ത അസൗകര്യം എന്തുകൊണ്ടാണ് ഇപ്പൊ വരുന്നേ? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ മുൻ DGP എന്ന നിലയിലൊക്കെ നിന്നതുകൊണ്ട് എനിക്ക് ഈ റൂം പോരാ എന്ന് മാഡത്തിന് തോന്നിക്കാണും. ഞാനത് കുറ്റം പറയുന്നില്ല. പക്ഷെ അത് ഒന്നുകിൽ കോർപ്പറേഷൻ സെക്രട്ടറിയെ കൊണ്ട് സാധാരണഗതിയിൽ ഒരു കൗൺസിലർ വിളിച്ച് MLA-യോട് അത് അങ്ങയുടെ റൂം ഒഴിഞ്ഞു തരണം, എനിക്ക് കുറച്ചുകൂടെ സൗകര്യമായിട്ടിരിക്കണം എന്ന് പറയുന്നത് ന്യായമാണോ? അപ്പൊ ആ ഒരു ചിന്ത മാഡത്തിന് പോയില്ല, അല്ലെങ്കിൽ മാഡത്തെ പ്രേരിപ്പിച്ചവർ അത് ആലോചിച്ചില്ല. അതാണ് എനിക്ക്. അതിനിടയിൽ ചില ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്, ഈ ബാത്റൂമിൽ അലമാരയൊക്കെ വെച്ച് ഫയൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത്. അതൊക്കെ വെറുതെ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. കാരണം വ്യാജ പ്രചരണങ്ങളാണല്ലോ. അപ്പോൾ ആ ഓഫീസ് സന്ദർശിക്കുന്ന ആർക്കും അറിയാം, അവിടെ കൗൺസിലറുടെ മേശയുണ്ട്, കസേരയുണ്ട്, മറുഭാഗത്ത് 4 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം, ഫയലുകൾ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ചിത്രീകരണം, ഒരു നെഗറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി അലമാര പിടിച്ച് ബാത്റൂമിലേക്ക് വെക്കുന്നു, ടോയ്ലറ്റിന്റെ അകത്തുകൊണ്ടൊന്ന് ഫയൽ വയ്ക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. ഞാനതാണ് പറഞ്ഞത്. അവിടെ നേരത്തെ ഇരുന്ന കൗൺസിലറൊക്കെ 1-2 മണിക്കൂറൊക്കെ വന്നിരിക്കും, അവരുടെ കാര്യങ്ങൾ നടത്തും, അവരങ്ങ് പോകും. ഇപ്പോൾ വേറൊരു കാര്യം, അതായത് വാടക സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. വാടക വളരെ ചുരുങ്ങിയ വാടക, അതും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടത് 1 വർഷം ആയിട്ട് വാടക മുടങ്ങിക്കിടന്നു, ഈ വിവാദം വന്നപ്പോഴാണ് വാടക അടച്ചത് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അല്ല, ഇതൊക്കെ എല്ലാം ഞാൻ പറഞ്ഞ 7 വർഷം കൊണ്ട് കൊടുക്കുന്ന വാടകയാണ്. ഞങ്ങൾക്ക് സാമ്പത്തിക വർഷാവസാനം അടച്ചാൽ മതിയല്ലോ, മാർച്ച് മാസത്തിൽ ഒരുമിച്ച് അടച്ചാൽ മതി.
അത് കഴിയുമ്പോഴാണ് കുടിശ്ശിക എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ സാധാരണ ഈ നമുക്ക് കരമൊടുക്കുന്നതും മറ്റെല്ലാ കാര്യങ്ങളും ആ മാർച്ച് മാസത്തിന് മുമ്പ് കൊടുക്കണം, ഓക്കെ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ദുഷ്ടലാക്ക് ഇതാണ്. ഇപ്പോ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൗൺസിലർമാർക്ക് വാടക കൊടുക്കണ്ട, നഗരസഭയുടെ കെട്ടിടമാണെങ്കിൽ വാടക കൊടുക്കണ്ട, ഓക്കെ സ്വകാര്യ കെട്ടിടമാണെങ്കിൽ കോർപ്പറേഷൻ ആ പൈസ ചെലവ് വഹിക്കും. അപ്പോൾ MLA-മാർക്ക് സൗജന്യമായിട്ടാണ്. എന്നോട് പലരും ചോദിച്ചത് എന്തിനാ വാടക കൊടുക്കാൻ പോയത് എന്നാണ്. ഓക്കെ അപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ സൗജന്യ നിരക്കിലാണ് ഈ കെട്ടിടങ്ങളൊക്കെ അനുവദിക്കുന്നത്. ഇപ്പൊ MLA ഹോസ്റ്റലിനും വാടകയുണ്ട്, 50 രൂപയാണ്. ഓക്കെ 50 രൂപയാണ്. അല്ല, അതും വന്നിട്ടുണ്ട് ഈ ചർച്ചയിൽ, അതും വന്നിട്ടുണ്ട്. അതെ അതെ. നിള ബ്ലോക്കിൽ 2 മുറികൾ, 31, 32 നമ്പർ മുറികളുണ്ട്. അവിടെ പ്രവർത്തിക്കാമല്ലോ. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നതാണല്ലോ ഈ MLA ഹോസ്റ്റൽ ഇരിക്കുന്ന സ്ഥലവും. അവിടെ ആകുമ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ വരാമല്ലോ. ഇതാണ് വരുന്ന ഒരു ചോദ്യം. അല്ല, മറ്റൊരു അത് ചോദ്യം. ഇപ്പൊ എന്റെ പ്രദേശത്തെ ജനങ്ങളുടെ സൗകര്യമാണ് ഞാൻ നോക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നില കയറി വേണം ഈ 31, 32 റൂമുകളിലേക്ക് വരേണ്ടത്. അത് MLA-മാരുടെ വാസസ്ഥലം എന്നാണ് അതിന്റെ പേര് തന്നെ, MLA ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അത് ഓഫീസ് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മണ്ഡലത്തിന്റെ ഒരു കേന്ദ്ര ഭാഗത്ത് വരണം, അത് താഴത്തെ നിലയിൽ വരണം. വയസ്സായവർക്കും വികലാംഗർക്കും മറ്റ് ഓക്കെ സാധാരണപ്പെട്ട മനുഷ്യർക്കും എപ്പോഴും വന്ന് കാണണം. MLA ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി കാണണം, അനുവാദം വാങ്ങണം, സ്റ്റെപ്പ് കയറി MLA-യുടെ റൂമിലേക്ക് വരണം, അങ്ങനെ ഒരുപാട് അസൗകര്യങ്ങളുണ്ടല്ലോ. ഓക്കെ അപ്പൊ അതൊന്നും ഇല്ലാതെ ജനങ്ങൾക്ക് എളുപ്പം MLA അസസ് ചെയ്യാൻ കഴിയണം. അതിനാണ് ഞാൻ ഓഫീസ് ഉണ്ടാക്കിയത്. അത് ഞാനൊരു തെറ്റായ കാര്യമല്ലല്ലോ ചെയ്തത്. നഗരസഭയോട് അഭ്യർത്ഥിച്ചു, കത്ത് നൽകി, അതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ കൗൺസിൽ ഡിസിഷൻ എടുത്തു, MLA-ക്ക് അവിടെ പ്രവർത്തിക്കാം. ഒരു ചെറിയ വാടക അവർ നിശ്ചയിച്ച് തരികയും ചെയ്തു. ഇവിടെ കൊണ്ടുവരുന്ന പ്രചരണം എന്താ? 25,000 രൂപ MLA എഴുതി വാങ്ങിയിട്ട് അതെ 872 രൂപ മാത്രം കൊടുക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അലവൻസേ ഇല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ വിവരാവകാശം ചോദിച്ചു, ഇങ്ങനെ MLA-മാർക്ക് റെന്റ് ആയിട്ട് അലവൻസ് കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്ന് നിയമസഭാ സെക്രട്ടറി ഉത്തരം നൽകി. അപ്പോൾ വ്യാജമായ പ്രചരണങ്ങൾ നടത്തുകയാണ്. ഞാൻ അത്തരക്കാർക്ക് എതിരായിട്ട് സൈബർ പോലീസിൽ കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, പരാതി നൽകാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിഹത്യ നടത്താനാണ്. ഇപ്പൊ ഞാൻ MLA എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 32 കോടി രൂപയാണ് നഗരസഭയുടെ ആസ്തികൾ നന്നാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചത്. 32 കോടി രൂപ. 32 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLA ഫണ്ടും ആസ്തി വികസന ഫണ്ടും മുഖ്യമന്ത്രിയുടെ CMLRP ഫണ്ടും ഉൾപ്പെടെയുള്ള തുക ഉപയോഗിക്കുകയാണ്. ഇപ്പൊ നഗരസഭയുടെ റോഡുകൾ, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ PWD റോഡുകളും മറ്റു കാര്യങ്ങളും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നഗരസഭ റോഡുകൾ അടക്കം കൗൺസിലർമാരും റെസിഡൻസ് അസോസിയേഷനും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ അതുൾപ്പെടെ MLA ഫണ്ടും മറ്റും പ്രയോജനപ്പെടുത്തി ചെയ്യുകയാണ്. അപ്പൊ ഇതൊരു ജനങ്ങളുടെ ആവശ്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്. അപ്പൊ അത് നഗരസഭാ റോഡുകൾ ഉൾപ്പെടെ എടുത്ത് 32 കോടി രൂപയിലധികം നഗരസഭയുടെ ആസ്തി സംരക്ഷിക്കുന്നതിന് വേണ്ടി, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി MLA പരിശ്രമിക്കുകയല്ലേ. ഓക്കെ അപ്പൊ ഇതൊക്കെ കാണാതെ പോവുകയാണ് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ. ഓക്കെ ഇപ്പോൾ വേറൊരു ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങ് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്രമണങ്ങളെ കുറിച്ച് പറഞ്ഞു. മറ്റൊരു ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട്, വാടക കൊള്ള എന്നുള്ള രീതിയിൽ. അതായത് നഗരസഭാ കെട്ടിടങ്ങളൊക്കെ തന്നെ വളരെ ചില്ലിക്കാശിന് വേണ്ടപ്പെട്ടവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു, അത് പിന്നീട് മറിച്ച് വാടകയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതായത് പതിറ്റാണ്ടുകളായി മാറ്റമില്ലാതെ തുടരുകയാണ് നഗരസഭാ കെട്ടിടങ്ങളുടെ വാടക എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ല, അത് പൂർണ്ണമായും ശരിയല്ല, എന്നാൽ ചില ഭാഗത്തൊക്കെ ശരികളും ഉണ്ട്. ഇപ്പോ ഇതിനെ MLA-യുടെ ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പലരും ചർച്ച ചെയ്യുന്നത്. അതാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത്. സൗജന്യമായിട്ടാണ് ജനപ്രതിനിധികൾക്ക് നൽകേണ്ടത്. അതെ, മറിച്ച് കൊമേഴ്സ്യലായി കൊടുക്കുന്ന ചില കെട്ടിടങ്ങളുണ്ട്. അതെ, അത് ഈ റേറ്റ് അല്ല. അത് കൃത്യമായി അതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് അനുസരിച്ച് കൊടുക്കുകയാണ്. ഇപ്പോ ശ്രീ ഓ രാജഗോപാൽ അദ്ദേഹം MLA ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേരിൽ എടുത്തിട്ടുള്ള ഓഫീസ് പ്രവർത്തിച്ചത് BJP-യുടെ ഓഫീസാണ്. അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് നഗരസഭ പരിശോധിക്കട്ടെ. ഞാൻ ആ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോ നിശ്ചയിച്ച വാടക കുറഞ്ഞു പോയി എന്ന് നഗരസഭയ്ക്ക് ബോധ്യമുണ്ടെങ്കിൽ നഗരസഭ വാടക വർദ്ധിപ്പിക്കട്ടെ. ഇനി മറ്റ് സ്ഥാപനം അത് പരിശോധിക്കട്ടെ. കാലാകാലങ്ങളിൽ എന്റെ സമയത്തും അത് പരിശോധിച്ചിട്ടുണ്ട്, വർധന വരുത്തിയിട്ടുണ്ട്. പല നിലയിലും അന്ന് പരിശോധനകൾ നടത്തി വലിയ വരുമാന വർധനവ് അന്ന് ഞാൻ മേയറായിരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇപ്പോ വാടക മാത്രമല്ല, ഇപ്പോ നമ്മുടെ വാട്ടർ ട്രാപ്പുകൾ, പൊതു വാട്ടർ ടാപ്പ് ഒരെണ്ണത്തിന് ഏതാണ്ട് അന്നത്തെ സമയത്ത് 6,000 രൂപ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കണം, വാടക തുക കൊടുക്കണം. ഞാൻ പരിശോധന നടത്തിയപ്പോൾ ഏതാണ്ട് 100-ലധികം വാട്ടർ ടാപ്പുകൾ ഉപയോഗിക്കാതെ നഗരസഭ പണം ഒടുക്കിക്കൊണ്ടിരിക്കുന്നു. അത് പരിശോധിച്ച് അത് കുറവ് ചെയ്തു. സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിയാലും കത്തിയില്ലെങ്കിലും വാടക കൊടുക്കണം. ഞങ്ങളത് മുഴുവൻ പരിശോധിച്ചു, അതിനെ കണക്കെടുപ്പ് നടത്തി LED-യിലേക്ക് മാറ്റി. ഏതാണ്ട് 1.5 കോടി രൂപ പ്രതി മാസം കൊടുത്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് അത് 70-75 ലക്ഷം രൂപയിലേക്ക് താഴ്ത്തി. ഇങ്ങനെ ഒരുപാട് പരിശോധനകൾ നമുക്ക് നടത്താൻ വേണ്ടി കഴിയും.
അപ്പൊ ഇതൊക്കെ നന്നായിട്ട് നടത്തി തന്നെയാണ് ഞാനും മേയറായി നല്ല പേര് സമ്പാദിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഇതൊക്കെ ആദ്യത്തെ സംഭവമല്ല. അപ്പൊ നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കാനും നഗരസഭയുടെ പൊതുകാര്യങ്ങളിൽ ഇടപെടാനും പുതിയ ഭരണസമിതിക്ക് സാധിക്കട്ടെ. ഓക്കെ. അപ്പോൾ വി രാജേഷ് മേയറായി വന്നതിന് ശേഷം അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ എം.എൽ.എക്ക് മുറി വാടകയ്ക്ക് കൊടുത്തതിലൂടെ വലിയ നഷ്ടമാണ് ഉണ്ടായത്. 10,000-15,000 രൂപ വാടക കിട്ടുമായിരുന്ന സ്ഥലമാണ് ഇത്തരത്തിൽ ചെറിയ കാശിന് കൊടുത്തത്. ആം, അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഗരസഭ ലാപ്സ് ചെയ്തു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി എന്നാണ് പറയുന്നത്. അല്ല, അതിനെങ്ങനെയാണ് കാണുന്നത്? അതൊരു അതൊരു അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് തന്നെ ശരിയല്ല. ഞാനും ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചല്ലേ എം.എൽ.എ ആയി മാറിയത്. അപ്പോൾ പൊതുപ്രവർത്തകർക്ക് അങ്ങനെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്. അപ്പൊ അതെല്ലാം നഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ നടത്തിയിരുന്നെങ്കിൽ എത്ര ലാഭം കിട്ടുമായിരുന്നു? സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരും ബാക്കി മന്ത്രിമാരൊക്കെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന ജോലി ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കുന്നത് പോലെ ആയിപ്പോ. അപ്പൊ അതിൽ അത്തരം ആരോപണങ്ങൾക്ക് കഴമ്പില്ല. അതൊരു രാഷ്ട്രീയ ആരോപണം. പ്രതിപക്ഷത്തിന്റെ ഒരു എം.എൽ.എ കൊടുത്തത് കൊണ്ടാണ് നഗരസഭയ്ക്ക് നഷ്ടം വന്നത് എന്ന് പറയുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്ക് വെച്ചുകൊണ്ട് പറയുന്നതല്ലേ. ഓക്കെ. അല്ല, ഇതിപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ വായിക്കാം. അദ്ദേഹം പറഞ്ഞ കാര്യം. വി.കെ. പ്രശാന്ത് എം.എൽ.എയുമായി ശ്രീലേഖയ്ക്ക് വർഷങ്ങളായി വ്യക്തിപരമായ അടുത്ത ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. അദ്ദേഹം മേയറായിരുന്നപ്പോഴും പിന്നീട് എം.എൽ.എ ആയപ്പോഴും ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു സൗഹൃദം വെച്ചാണ് തൻ്റെ ഓഫീസിൽ സ്പേസ് കുറവാണ്, താങ്കൾ എപ്പോഴെങ്കിലും മാറുന്ന സാഹചര്യം ഉണ്ടോ എന്നും ആലോചിച്ച് സമയമെടുത്ത് മാറാൻ സാധിക്കുമോ എന്ന് ഫോൺ വിളിച്ച് ചോദിച്ചത്. അത്ര മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ. ഇതിനെ ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. 300-350 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടത്തിന് മാസവാടകയായി 832 രൂപയാണ് ഇപ്പോൾ നൽകുന്നത് എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. നഗരസഭാ മധ്യത്തിൽ ശാസ്തമംഗലം പോലെയുള്ള സ്ഥലങ്ങളിൽ സ്ക്വയർ ഫീറ്റിന് 30 മുതൽ 60 രൂപ വരെ നിരക്കുണ്ട്. 300 സ്ക്വയർ ഫീറ്റിന് 50 രൂപ വെച്ച് കണക്കാക്കിയാൽ പോലും 15,000 രൂപ വാടക ലഭിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. 15,000 രൂപ ലഭിക്കേണ്ടിടത്ത് വെറും 850 രൂപ മാത്രം ലഭിക്കുമ്പോൾ കോർപ്പറേഷന് പ്രതിവർഷം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഞാൻ വായിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വായിച്ചതാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്, കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. അപ്പോൾ അല്ല, അത് തന്നെയാണ് ഞാൻ ഇത്രയും നേരം അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതൊരു ഞാനതാണ് പറഞ്ഞത്, പൊതുപ്രവർത്തക ഇപ്പൊ അങ്ങനെയാണെങ്കിൽ കൗൺസിലറെ നിന്ന് വാടക വാങ്ങുന്നുണ്ടോ? ഇപ്പൊ 100 സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ, അതിനും ഈ പറഞ്ഞ റേറ്റ് ഇട്ട് തുക വാങ്ങുന്നുണ്ടോ? എന്തുകൊണ്ടാ വാങ്ങാത്ത? അദ്ദേഹത്തിന് മറുപടി ഉണ്ടോ? അപ്പൊ ഒരു അത്രയും തുക ലഭിക്കുമല്ലോ. 100 സ്ക്വയർ ഫീറ്റിന് 30 രൂപ വെച്ചായാലും 10,000-3,000 രൂപ അവരിൽ നിന്നും വാങ്ങണ്ടേ? വാങ്ങാത്തത് അത് കൗൺസിലർ ആയതുകൊണ്ടാണ്. അതെ. അപ്പൊ എം.എൽ.എക്ക് ആ പരിഗണന കിട്ടണ്ടേ? ഓക്കെ. അപ്പോ ഇപ്പൊ ശ്രീ രാജേഷ് അദ്ദേഹം ഇപ്പൊ മേയറാണ്. അദ്ദേഹത്തിന്റെ വാർഡ് പ്രദേശത്ത് ഒരു കോർപ്പറേഷന്റെ ഓഫീസ് സൗജന്യമായിട്ടല്ലേ അദ്ദേഹം എടുക്കുള്ളൂ. അദ്ദേഹം പൈസ കൊടുത്തിട്ടാണോ ആ കെട്ടിടം എടുക്കുക? അതേ ഉള്ള അതിന്റെ മറുപടി. ഓക്കെ. അപ്പൊ ജനപ്രതിനിധികൾക്ക് ഇത്തരം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയും. സൗജന്യമായിട്ട് തന്നെ കൊടുക്കണം. അതിൽ എനിക്ക് മാത്രമല്ല, കേരളത്തിലെ 140 എം.എൽ.എമാർക്കും മറ്റ് വാർഡ് കൗൺസിലർമാർക്കും ഒക്കെ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇവിടെ എന്നെ ചാരിക്കൊണ്ട് ഇങ്ങനെ വർത്തമാനം പറയുന്നതും പ്രസ്താവനകൾ നൽകുന്നതും ശരിയാണോ എന്ന് രാഷ്ട്രീയ ഒരു മര്യാദയാണോ എന്നുള്ള കാര്യം ആലോചിക്കണം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ. ഇത് നമുക്ക് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്നു. അതിനുശേഷം പൊതുതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഭൂരിപക്ഷം ഉയർത്തി മുന്നോട്ട് പോകുന്ന ആളാണങ്ങ്, നേതാവാണങ്ങ്. അവിടെ നോക്കുമ്പോൾ ഒട്ടേറെ ഞാൻ വളരെയേറെ സന്തോഷം തോന്നി കുറേയേറെ കാര്യങ്ങൾ അങ്ങയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതായത് ഇന്നൊവേറ്റീവായി ഫ്ലീ മാർക്കറ്റ് അതിൽ ഒരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു വരുന്നു. ഇനിയിപ്പോൾ ഏതാനും മാസങ്ങൾക്കകം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും നമ്മൾ വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. അവിടെ അങ്ങ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്നുണ്ടെങ്കിൽ ഇത് ജനങ്ങൾ എത്രത്തോളം ഗൗരവത്തിലെടുത്തിട്ടുണ്ടെന്ന് അങ്ങ് അന്വേഷിച്ചോ, അല്ലെങ്കിൽ അങ്ങയുടെ പാർട്ടി അംഗങ്ങൾ അന്വേഷിച്ചോ ഇത് ഈ വിഷയം, ഈ വാടക വിഷയം? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ അതാണ്, വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം എൻ്റെ ഓഫീസിൽ ഒരു ദിനം പ്രതി ഒരു 100-150 ആളുകൾ ദിനം പ്രതി വരികയാണ്. അപ്പൊ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൗകര്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലും ചോദ്യം ഉണ്ടാവുമല്ലോ. ഇത്രയും നാൾ 7 വർഷവും ഇല്ലാത്ത ഒരു പ്രയാസം ഇപ്പൊ എങ്ങനെയാണ് വരുന്നത്? അത് ജനങ്ങൾ ചിന്തിക്കും. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ മുതൽ രാത്രി 10-10:30 മണി വരെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആളാണ്. എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുക, പൊതുപരിപാടികളിൽ പങ്കെടുക്കുക, എത്താൻ പറ്റുന്ന മുഴുവൻ സ്ഥലങ്ങളിലും എത്തുക. ഞാനൊരു ഈ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ മണ്ഡലം വിട്ടു പോകുന്നത് 1-2 ദിവസങ്ങൾ മാത്രമാണ്. എന്തെങ്കിലുമൊക്കെ പുറത്തുള്ള പരിപാടികൾ വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ്.
ബാക്കി മുഴുവൻ സമയം അവിടെ നിൽക്കുകയാണ്. MLA-യുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. വട്ടിയൂർക്കാവിലെ ഏത് ഭാഗത്തും MLA-യുടെ സാന്നിധ്യം ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. ഉം. വികസന കാര്യങ്ങളിൽ 1585 കോടി രൂപയുടെ പദ്ധതികൾ ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷമായി വട്ടിയൂർക്കാവിൽ ഇല്ലാതിരുന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം ഇപ്പൊ ഭൂമി ഏറ്റെടുക്ക അടക്കം നടത്തി. ഇനിയിപ്പോ ധനകാര്യ അനുമതികൾ കിട്ടി നമ്മൾ ടെൻഡറിലേക്ക് പോവുകയാണ്. ഓക്കെ. പേർക്കട മേൽപ്പാലം 175 കോടി രൂപയുടെ ധനകാര്യ അനുമതി കഴിഞ്ഞ ദിവസം നൽകി ടെൻഡർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വട്ടിയൂർക്കാവിൽ നടക്കാതിരുന്ന പല കാര്യങ്ങളും സാധ്യതമാക്കാൻ വേണ്ടി കഴിഞ്ഞു. വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ 100% PWD റോഡുകളും ഈ 2026 മാർച്ച് മാസത്തോടു കൂടി BMBC ആവുകയാണ്. ഓക്കെ. അപ്പൊ ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പൊ നഗരസഭാ ഇലക്ഷനിൽ ഒരു തിരിച്ചടി വന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് വേറൊരു ട്രെൻഡാണ്. ഉം, ഉം. അപ്പൊ നിയമസഭാ മണ്ഡലത്തിനകത്ത് MLA-യുടെ സാന്നിധ്യമുണ്ട്, വികസന കാര്യങ്ങളുണ്ട്, MLA എല്ലാ ജനങ്ങൾക്കും കാണാം, ഓഫീസിൽ സൗകര്യമുണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫ് ഉണ്ട്, മറ്റു സൗകര്യങ്ങളുണ്ട്. ഇത് ജനങ്ങൾ അനുഭവിക്കുകയല്ലേ. ഉം. ഇപ്പോ ഏതാണ്ട് 3.5 കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഈ ഓഫീസ് മുഖാന്തരം പാവപ്പെട്ട ആളുകൾക്ക് സഹായം കൊടുത്തു. ഉം, ഉം. ഏതാണ്ട് 15,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ പല കാര്യങ്ങൾക്ക് രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് വാങ്ങിയവരുണ്ട്. ഇത് 1000-ഓളം ആളുകൾ വരും. ഇതെല്ലാം ഈ ഓഫീസ് മുഖാന്തരമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ഇതുണ്ട്. MLA-ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവിടെ നിന്ന് മാറ്റുന്നത് കാരണം ഞങ്ങൾക്കാണ് പ്രയാസമെന്ന് പല ആളുകളും എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ പിന്തുണയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. അവർ നൽകിയിട്ടുള്ള പിന്തുണയും സ്നേഹവുമാണ് എന്നെ MLA ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ പ്രവർത്തനത്തിൽ ഞാൻ ഇതുവരെ ഒരു വിട്ടുവീഴ്ചയും നടത്തിയിട്ടുമില്ല. പരമാവധി വികസന കാര്യങ്ങൾ ഇടപെടുക, മറ്റു നഗരസഭാ റോഡുകൾ അടക്കം ചെയ്യുക, ഇങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു ആശങ്കയുമില്ല. ഇത് ഉദ്ദേശിക്കുന്നവർക്ക് വ്യക്തിഹത്യ നടത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ജനങ്ങൾ തിരിച്ചറിയും. കാരണം ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു, ഈ സൈബർ ഇടം എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ ലോകത്തിൻ്റെ എല്ലായിടത്തും ആക്സസ്സും ഉണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ക്യാമ്പയിനിങ്, ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൻ്റെ സ്വഭാവം തന്നെ മാറുന്നു. സൈബർ ഇടത്തിന് വലിയ സ്പേസ് കിട്ടുന്നു. അക്കാര്യത്തിൽ അവിടെയാണ് ഈ വിഷയങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം കൂടി വരികയാണ്. തിരഞ്ഞെടുപ്പിനെ അടുക്കുമ്പോൾ ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി ഇത്തരത്തിലുള്ള ചലഞ്ചസ്, വെല്ലുവിളികൾ വരുമ്പോൾ പൊതുവിൽ ഒരു ഇടതു മുന്നണിയെ ഇത് എത്രത്തോളം തളർത്തുമെന്നാണ് കരുതുന്നത്? കാരണം അങ്ങ് കുറേയേറെ നാളായി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ട്. അത് കൃത്യമായി ജഡ്ജ് ചെയ്യാനും പറ്റും, ജനങ്ങളുടെ പൾസ് ജഡ്ജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അല്ല, അത് ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സാഹചര്യം നമുക്കറിയാം. അന്ന് ഇടതുപക്ഷം വളരെയധികം പിന്നോട്ട് പോകുന്നൊരു സ്ഥിതി വന്നു. എന്നാൽ നഗരസഭ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വന്നപ്പോൾ സ്ഥിതി മെച്ചപ്പെടുത്തി. അപ്പൊ അതാണ് കേരളത്തിന്റെ പൊതുസ്ഥിതി. LDF-ഉം UDF-ഉം BJP-യും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ നേരിയതാണ്. അതിന്റെ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ നഗരസഭാ ഇലക്ഷനിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ തിരിച്ചടിയേറ്റു എന്ന് LDF വിചാരിക്കുന്നില്ല. ചില പ്രശ്നങ്ങൾ വന്നു. ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിവാദങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് അവർ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. കഴിഞ്ഞ ദിവസം കടകംപള്ളി മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തൊട്ടു മുമ്പ് സ്ഥാനത്തിരുന്ന ദേവസ്വം പ്രസിഡന്റിനെയും ചോദ്യം ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടി ഇവിടെ പാർട്ടിയും ഗവൺമെന്റും എടുത്ത സ്റ്റാൻഡ് എന്താ? ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിന് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ അന്വേഷണ സംഘം വന്നു. അവർക്ക് എല്ലാ പിന്തുണയും കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ പിന്തുണ കൊടുത്തതുകൊണ്ടാണ് ഈ നിലയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ ആരെങ്കിലും കുറ്റാരോപിതരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കട്ടെ. അതാണ് മുഖ്യമന്ത്രി എടുത്ത നിലപാട്, LDF എടുത്ത നിലപാട്, CPIM എടുത്ത നിലപാട്. അത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറയും. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ തിരിച്ചടി ഞങ്ങൾ ആ നിലയിലല്ല കാണുന്നത്. കുറച്ച് വ്യാജ പ്രചരണങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തിന്റെ ഒരു പൊതു രാഷ്ട്രീയ ചിത്രം എന്താ? ഇവിടെ ഒരു തുടർഭരണം വന്നതിന്റെ ഭാഗമായി വലിയ വികസന മുന്നേറ്റം നാടൊട്ടുക്ക് നടന്നിട്ടുണ്ട്. മുടങ്ങിക്കിടന്ന നാഷണൽ ഹൈവേ വികസനം അടക്കം, പവർ ഗ്രിഡ് അടക്കം, ഗെയിൽ പൈപ്പ് ലൈൻ അടക്കം, വിഴിഞ്ഞം തുറമുഖം അടക്കം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. പെൻഷൻ അടക്കമുള്ള ക്ഷേമ പരിപാടികൾ നടക്കുന്നു. 4 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് നിയമസഭാ ഇലക്ഷന്റെ ഭാഗമായിട്ട് ജനങ്ങൾ അത് റിഫ്ലക്ട് ചെയ്യും. ഞങ്ങൾ കാണുന്നത് അതാണ്. കാരണം കേരളത്തിന്റെ ഒരു സാമൂഹിക സ്ഥിതി എന്ന് പറയുന്നത് ഇന്നിപ്പോ അതിദാരിദ്ര്യം ഇല്ലാതാക്കി നമ്മൾ കേവല ദാരിദ്ര്യം കൂടി ഇല്ലാതാക്കാൻ പോവുകയാണ്. ഇതൊക്കെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ പ്രതിഫലിക്കുകയല്ലേ. ഗവൺമെന്റ് നടത്തുന്ന ഓരോ ഇടപെടലുകളും സാധാരണപ്പെട്ട മനുഷ്യർക്ക് സഹായമാണ്. ഇപ്പോൾ ഇത്രയും രൂപ
പെൻഷനായി കിട്ടുന്ന ആളുകൾ അവർ അത് മറക്കാൻ വേണ്ടി കഴിയുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ അതുണ്ട്. ഈ സർക്കാർ ഉള്ളത് കൊണ്ടാണ് സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഈ സംവിധാനങ്ങൾ ലഭ്യമാകുന്നത്. അത് തുടരണമെന്ന് ജനം ആലോചിക്കും. അതേസമയം നഗരസഭാ ഇലക്ഷന് അതല്ല ചിന്തിച്ചത്. ഇത് വേറൊരു ഇലക്ഷനാണ്. അവിടെ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങളും പ്രാദേശിക വിഷയങ്ങളും ഒക്കെയാണ് ഉയർന്നു വരിക. അവിടെ അവിടെ വരേണ്ട ഒരു വിഷയം എനിക്കൊന്ന് ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. തിരുത്തൽ കൃത്യസമയത്ത് വേണമായിരുന്നു. ഉം. അത് വ്യക്തമായി തന്നെ എല്ലാവരും പറയുന്നുണ്ട്. എനിക്കൊന്ന് അവസാന നിമിഷമാണെന്ന് തോന്നുന്നു പാർട്ടി അത് തിരിച്ചറിഞ്ഞ് നടപടിയെടുത്തത്. ശരിയായ രീതിയിൽ, കാരണം ഒരു 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 കോർപ്പറേഷൻ പോലെ ഒരു വലിയ ബോഡി, അതും തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ, നമ്മുടെ തലസ്ഥാനമാണ്. ഇവിടുത്തെ കോർപ്പറേഷൻ 4.5 പതിറ്റാണ്ടായി ഇടതുപക്ഷം ഭരിക്കുന്നതാണ്. അത് ഇത്തരത്തിൽ ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതല്ല. അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾ കുറച്ചുകൂടി പക്വത കാണിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, പരിചയക്കുറവ് മൂലം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പാർട്ടിയാണ് ഇടപെടേണ്ടത്. പക്ഷേ പാർട്ടി അത് ഇടപെട്ടില്ല എന്ന വിമർശനം മുന്നണിക്ക് ഉള്ളിൽ നിന്നും രഹസ്യമായും പരസ്യമായും ഒക്കെ തന്നെ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നതാ അതിലേക്ക് അതും അങ്ങനെ ഒരു സംഭവമാണ്. ഇന്നിപ്പോൾ ബിനോയ് വിശ്വം പറയുകയാണ്, വളരെ ശക്തമായ രീതിയിൽ വിമർശിക്കുകയാണ് CPM-നെ. മുഖ്യമന്ത്രിയെ വിമർശിച്ച് രംഗത്ത് വരികയാണ്. തിരുത്തേണ്ട സമയത്ത് തിരുത്തിയില്ല. CPM-നെ CPI-ക്കും തിരുത്തലുകൾ നിർദ്ദേശിക്കാമായിരുന്നു. ഈ അവസാന നിമിഷത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ വേണ്ട തിരുത്തൽ വേണ്ട സമയത്ത് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമായിരുന്നോ എന്നുള്ളതാണ്. അല്ല, തെരഞ്ഞെടുപ്പ് തിരിച്ചടി വരുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പാർട്ടി സംവിധാനത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെടെ ഞാൻ അംഗമായിരിക്കുന്ന ഘടകത്തിനകത്ത് വരുന്ന വീഴ്ചകളും കുറവുകളും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അത്തരം വേദികളിൽ തിരുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം യഥാർത്ഥത്തിൽ ഇത്രയും അധികം വികസനം നടന്ന, നേരത്തെ പറഞ്ഞതുപോലെ കാലഘട്ടം വേറെ ഇല്ല. ഇത്രയും അധികം അവാർഡുകളും മറ്റു കാര്യങ്ങളും, നഗരഭരണം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിൽ പാളിച്ചവും ഞങ്ങൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ്. പക്ഷേ അവാർഡിൻ്റെ കാര്യത്തിൽ തികച്ചും അങ്ങേപ്പോലെ അതിനേക്കാൾ സീനിയറായിട്ടുള്ള പലരും, അങ്ങേക്കാൾ സീനിയറായിട്ടുള്ളവരൊക്കെ തന്നെ നമുക്കറിയാം. വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ മേയറായിരുന്ന ഒരു നഗരസഭയാണ്. അവിടെയുള്ളവർ ഈ അവാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞപ്പോഴാണ്, അവാർഡിൻ്റെ പേരിൽ പോലും ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസിയാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ കുറെ കൂടി പക്വതയോടെ ഹാൻഡിൽ ചെയ്യേണ്ടതായിരുന്നു. അല്ല, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പം നഗരസഭയെക്കുറിച്ച്, നഗരസഭയുടെ നേട്ടങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ജനകീയമായി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുറവ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയും ഘടകങ്ങളും ഒക്കെ അത് വിലയിരുത്തിയിട്ടുണ്ട്, തിരുത്തലുകൾ വരുത്താനുള്ള ഇടപെടൽ നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായ ഒരു തിരിച്ചടി വന്നു, ഞങ്ങളത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇതെല്ലാം മതിയാക്കി പോകുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ തിരിച്ചു പിടിക്കും. അതിലൊന്നും ഒരു തർക്കവും വേണ്ട. ഞങ്ങളിത് തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിജയവും പരാജയവും ഒക്കെ ഉണ്ടാകാം. അപ്പൊ അത് കണ്ടിട്ട് ഞങ്ങളങ്ങ് ഭയന്നു പോകുന്നൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അടുത്ത ടൈമിൽ നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കുറവ് പരിഹരിച്ച് നല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരം നഗരത്തിലേക്ക് വരും. ഈ തിരുവനന്തപുരം നഗരം ഇന്ന് ആർജിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്ക് പിറകിൽ ഇടതുപക്ഷ ഭരണസമിതി തന്നെയാണ്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ ലീവബിൾ സിറ്റിയായി ഉയർത്തിക്കൊണ്ടുവന്നത് ഈ ഇടതു ഭരണസമിതിയല്ലേ. നമ്മുടെ നാട്ടിൽ ഇന്ത്യക്കകത്ത് ഏറ്റവും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന സുരക്ഷിത നഗരം നമ്മുടേതാണ്. എയർ പൊല്യൂഷൻ ഇല്ലാത്ത, മറ്റ് പ്രശ്നങ്ങളില്ലാത്ത ഒരു നഗരമാക്കി ഈ നഗരത്തെ മാറ്റിയില്ലേ. അപ്പോൾ മാലിന്യത്തിന്റെ കാര്യത്തിലടക്കം പ്രതിസന്ധികൾ വന്നിട്ട് പോലും ഈ നഗരത്തെ താങ്ങി നിർത്തി മുന്നോട്ട് കൊണ്ടുപോയത് ഇടതു ഭരണസമിതികൾ തന്നെയാണ്. അപ്പൊ അത് ഇനിയും ഞങ്ങൾ തുടരും. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പരാജയത്തെ ഞങ്ങൾ മാറ്റി വിജയത്തിലേക്ക് എത്തിക്കും. അല്ല, നമുക്ക് ഒരു ഘട്ടം ഉണ്ടായിരുന്നു, പിണറായി 3.0 വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സാധിക്കും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ചില ചലഞ്ചസ് വളരെ വേഗത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വരുന്നുണ്ട്. അതാണ് ഒരു സംശയം ഉണ്ടാക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് തോന്നുന്നു. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പോലും തിരിച്ചടിയായിട്ട് വന്നിട്ടില്ല. നേരിയൊരു വ്യത്യാസം മാത്രമാണ് UDF-ഉം LDF-ഉം തമ്മിലുള്ളത്. ആ വ്യത്യാസം ഞങ്ങൾ കവർ ചെയ്യും. ഇനിയുള്ള 3-4 മാസങ്ങൾ മതിയല്ലോ. ആ പ്രശ്നം പരിഹരിച്ച് 3.0-ലേക്ക് എത്തും, ഉറപ്പാണ്. അതാണ് പറഞ്ഞത്. തുടർഭരണം വന്നതിന്റെ നേട്ടങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. മുടങ്ങിക്കിടന്ന വികസനങ്ങൾ ഓരോന്നോരോന്നായി നടക്കുന്നു. ഇപ്പൊ വിഴിഞ്ഞം തുറമുഖം ഓപ്പൺ ചെയ്തതിലുണ്ടായിട്ടുള്ള മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ മാറ്റങ്ങളാണ്. ശരിയാണ്. അപ്പൊ അതടക്കം മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയാണ് ഗുണകരമായി മാറിയത്. അപ്പോൾ പ്രളയ സന്ദർഭങ്ങളും കോവിഡ് സന്ദർഭങ്ങളും എല്ലാ കുഴപ്പങ്ങളും മാറ്റി ഈ കേരളത്തെ നേരെ കൊണ്ടുപോകാൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ സാമ്പത്തികമായി പ്രയാസപ്പെടുത്തുകയാണ്.
ആ സാമ്പത്തിക പ്രയാസത്തിനിടയിലും നമ്മുടെ തനത് വരുമാനം നമ്മൾ വർദ്ധിപ്പിച്ചു. കേരളം ഈ ഒരു വികസന പരിപാടികളും മുടങ്ങാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ഇത് ബോധ്യമുണ്ട്. നമുക്ക് തരേണ്ട നികുതി വിഹിതം തരാതിരിക്കുന്നു. വയനാട് ദുരന്തമടക്കം വന്നപ്പോൾ സഹായിക്കാതിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിനടക്കം സഹായിക്കാതിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇതെല്ലാം നിയമസഭാ ഇലക്ഷനിലെ ചോദ്യങ്ങളാണ്. ഓക്കെ. പ്രാദേശിക ഇലക്ഷനിൽ ഈ കാര്യങ്ങളൊന്നും കാര്യമായി ഉയർന്നു വരാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ തുടർഭരണത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഈ ഭരണം മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. മറുഭാഗത്ത് കോൺഗ്രസ് തമ്മിലടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോഴും ഉണ്ടല്ലോ. അത് കൂടുതൽ മൂർച്ഛിക്കേ ഉള്ളൂ. ഇപ്പൊ അവർക്കുണ്ടായ ഒരു ചെറിയ വ്യത്യാസം മുൻനിർത്തിക്കൊണ്ട് ഇനി തുടർഭരണം വരില്ല എന്ന് വിലയിരുത്താൻ വേണ്ടി കഴിയില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കേരളത്തിൽ തുടർഭരണത്തിനുള്ള എല്ലാ സാഹചര്യവും ഗവൺമെന്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് താഴെത്തട്ടിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ കുറവുകൾ പരിഹരിച്ച് തുടർഭരണത്തിലേക്ക് വരും. ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അതായത് ഈ BJP പ്രധാനമന്ത്രിയെ കൊണ്ടാണ് വികസന രേഖ പ്രഖ്യാപിക്കാൻ പോകുന്നത്. BJPയുടെ ഒരു പ്രത്യേകത നമ്മൾ ഇന്ത്യയുടെ പല ഭാഗത്തെടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വിജയിക്കാൻ സാധിച്ചാൽ പിന്നീട് അത് നിലനിർത്താൻ വേണ്ടി പരമാവധി അവർ ശ്രമിക്കാറുണ്ട്. വളരെ ശക്തമായി മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ തൊട്ടറിയാവുന്ന പല കാര്യങ്ങളും അവർ ചെയ്തേക്കും എന്നാണ് പല വിലയിരുത്തലും വരുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാവുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഒരു ചുവടുവയ്പ്പിന് അവസരം കൊടുക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ BJPക്ക്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഗുജറാത്തിൽ എത്രയോ നാളായി BJP ഭരണരംഗത്തുണ്ട്. അവിടുത്തെ പട്ടിണി മാറിയോ? അവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ സ്ഥിതി മെച്ചപ്പെട്ടോ? കേരളത്തിൽ തന്നെ പന്തളം മുനിസിപ്പാലിറ്റി അവർ പിടിച്ചല്ലോ. എന്തേ അവിടെ ഈ മാജിക്കിലൂടെ മാറ്റങ്ങൾ വരുത്തിയില്ല? പാലക്കാട് അവർ പിടിച്ചല്ലോ. അവിടുത്തെ സ്ഥിതി എന്താ? അവസാനം ചെയർപേഴ്സണെ മാറ്റുകയാണ് ഉണ്ടായത്. നമുക്കതെല്ലാം അറിയാമല്ലോ. അപ്പോൾ BJP ഭരിക്കുന്ന UP അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥിതി അറിയാം. ലോക നേതാക്കന്മാർ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഷീറ്റ് വെച്ച് മറക്കുകയാണ്. ചേരി പ്രദേശങ്ങളും മറ്റു പാവപ്പെട്ട മനുഷ്യരുടെ കുടിലുകളുമെല്ലാം ഷീറ്റ് വെച്ച് മറച്ച് കാര്യങ്ങൾ കാണുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലില്ലേ? അപ്പോൾ BJP വന്നാൽ എന്തെങ്കിലും മാറ്റം വരുമെങ്കിൽ ആദ്യം വരുത്തേണ്ടത് UPയിലും ഗുജറാത്തിലും അവർ ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലുമല്ലേ? ആ മാറ്റം അവിടെ ലഭ്യമല്ലല്ലോ. അപ്പോൾ കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ ഈ സംസ്ഥാനങ്ങൾക്കുണ്ടോ? അപ്പോൾ BJP ഭരിച്ചത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും മാറ്റം പ്രത്യേകിച്ച് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു നഗരസഭയുടെ വികസന രേഖ പ്രഖ്യാപിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി വരുന്നെങ്കിൽ വരട്ടെ, അത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ആ നിലയിൽ അങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. എനിക്കതാണ് പറയാനുള്ളത്. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മളെ സാമ്പത്തികമായി പ്രയാസപ്പെടുത്താൻ വലിയ പരിശ്രമം കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ നികുതി വിഹിതം 1.92 വെട്ടിച്ചുരുക്കി, ദുരന്തങ്ങളിൽ സഹായിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് BJP ഇപ്പോ തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം കിട്ടിയത് കൊണ്ട് നഗരത്തെ അങ്ങ് മാറ്റിമറിക്കും എങ്കിൽ അവർ കാണിക്കട്ടെ. ഇപ്പൊ അവർക്ക് അധികാരം കിട്ടിയല്ലോ, അവർ കാണിച്ചു തരട്ടെ. എന്നിട്ട് അതിനുശേഷം നമുക്ക് സംസാരിക്കാം. വളരെ കോൺഫിഡൻസിലാണ് VK പ്രശാന്ത് MLA. അദ്ദേഹം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. യാതൊരു തർക്കവുമില്ല, വിജയം തങ്ങൾക്കൊപ്പം നിൽക്കും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നു. പ്രത്യേകിച്ച് വെട്ടിയൂർക്കാവിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ജനങ്ങൾക്കറിയാം എന്താണ് താൻ ഇതുവരെ ചെയ്തിട്ടുള്ളതെന്നും എങ്ങനെയാണ് താൻ മുന്നോട്ട് പോവുകയെന്നും തൻ്റെ സത്യസന്ധതയ്ക്ക് പോറലേറ്റിട്ടില്ല എന്നും അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.